ഹലോ ഹായ്, എൻ്റെ കയ്യിൽ നിറച്ചിരിക്കുന്ന ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് സിൽഡാർക്ക് ചെറി. നമ്മുടെ സുർനാൻ ചെറിയുടെ വർഗ്ഗത്തിൽപ്പെട്ട നല്ല ടേസ്റ്റുള്ള ഒരെണ്ണമാണ് സിൽഡാർക്ക് ചെറി എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുളിമധുരമാണ്. നല്ല കണക്ക് പഴുത്ത് ഡാർക്ക് കളറിലോട്ട് പോകുമ്പോഴത്തേന് നല്ല മധുരമുണ്ട്. അല്ലെങ്കിൽ ഈ റെഡ് പരുവത്തിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പും മധുരവും കൂടെ ചേർന്നതാണ്. മറ്റേ സിൽഡാർക്ക് ചെറി നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെറിയൊരു ചവർപ്പൊക്കെ ആയിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ്, പുളിയും മധുരം എല്ലാം കൂടെ ചേർന്നതാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈ നടുവാണെങ്കിൽ 3-4 മാസം കൊണ്ട് തന്നെ ഇത് നിറച്ച് കായ്ച്ചു തുടങ്ങും. വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോഴേ കായ്ക്കുന്ന പ്രകൃതമാണ് സിൽഡാർക്ക് ചെറിക്കുള്ളത്. നിങ്ങൾക്ക് കാണാം, ഞാൻ ചട്ടിയിൽ വെച്ചേക്കുന്ന ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് മേടിച്ചിട്ട് ഏകദേശം ഒരു കുഞ്ഞ് തൈയാണ് മേടിച്ചിട്ട് 6 മാസമൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോഴേ നിറച്ച് കായ്ക്കും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല പല നിറത്തിലുള്ള ഫ്രൂട്ട് ഒരു പ്ലാന്റിൽ തന്നെ നിൽക്കും. മറ്റേ കളർ ബൾബൊക്കെ ഇട്ട് കണക്കാണ് ഇത് നിൽക്കുന്നത്. നിലത്തൊക്കെ നടുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ടാണ് കായ്ക്കുക. ഇത് ചെറിയൊരു ചട്ടിയിൽ കാര്യമായ പരിചരണം ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയും കായ്ച്ചു. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിറച്ചാണ് ഇത് കായ്ച്ച് നിൽക്കുന്നത്. നിലത്ത് നടുന്നതിൻ്റെ ഇരട്ടിയാണ് കായ്ക്കുന്നത്. ഇതിൻ്റെ പൂ കാണാനും നല്ല രസമാണ്. നിറച്ച് ഒരുമിച്ചാണ് പൂക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പല വർണ്ണത്തിലുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇത് ആദ്യം പിടിക്കുമ്പോൾ പച്ച നിറത്തിലും പിന്നീട് പഴുത്ത് വരുമ്പോഴത്തേനും മഞ്ഞ, ഓറഞ്ച്, റെഡ്, ലാസ്റ്റാണ് നല്ല ഡാർക്ക് കളറിലോട്ട് മാറും. അതൊരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറും. അപ്പോഴാണ് ഇതിന് നല്ല മധുരം വയ്ക്കുന്നത്. ഈ റെഡ് പരുവത്തിലൊക്കെ അത്യാവശ്യം പുളിപ്പും മധുരത്തോട് ചേർന്ന ടേസ്റ്റ് ആയിരിക്കും. ബാക്കി ഒക്കെ കഴിക്കുകയാണെങ്കിൽ മഞ്ഞയോ ഓറഞ്ചോ കഴിക്കുകയാണെങ്കിൽ നല്ല പുളിപ്പായിരിക്കും. റെഡിലോട്ട് വരുമ്പോഴാണ് ഇതിന് അത്യാവശ്യം മധുരം വെച്ച് തുടങ്ങുക. ഇതിനൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. പല നിറത്തിലുള്ള ഫ്രൂട്ട് ഒരു പ്ലാന്റിൽ തന്നെ നിൽക്കുന്നത് കാണാൻ. നിങ്ങൾക്കിപ്പോൾ കാണാം, പച്ച, മഞ്ഞ. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. മഞ്ഞയിൽ പിന്നെ അത് നേരെ ഒരു ഓറഞ്ചിലോട്ടും പിന്നീടാണ് അത് റെഡിലോട്ടും പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒരു പ്ലാന്റിൽ തന്നെ ഇത്രയും പല നിറത്തിലുള്ള ഫ്രൂട്ട് നിൽക്കുന്നത് കാണാൻ. ഇതിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് തൈ വീഴുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കായ്ച്ച് കിട്ടും. ഇതിൻ്റെ വിത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ 2-3 കൊല്ലമൊക്കെ എടുക്കാം. ഗ്രാഫ്റ്റ് തൈ വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ ചെറിയൊരു ചട്ടിയിൽ വെച്ചാൽ പോലും ഇതിനൊക്കെ അത്യാവശ്യം ഫ്രൂട്ട് കിട്ടും. നല്ല വിറ്റാമിൻ സി ഒക്കെ ഇഷ്ടംപോലെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടായിരിക്കും ഇത്. നല്ലൊരു പുളിമധുരമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഞാൻ വിത്തൊക്കെ കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് കഴിക്കാൻ ഒരുപാടൊന്നുമില്ല. വലിയൊരു വിത്തായിരിക്കും ഇതിനുള്ളത്. കഴിക്കാൻ കിട്ടുന്ന ഭാഗവതി വളരെ കുറച്ചേ കാണത്തുള്ളൂ. വലിയൊരു വിത്താണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ നിങ്ങൾക്കത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ വിത്ത് നട്ടും പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് കായ്ക്കാൻ ചിലപ്പോൾ അല്പം താമസിക്കും. അതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈകളാണ് ഏറ്റവും നല്ലത്. വിത്തിട്ടാലും കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ 2-3 കൊല്ലം കൊണ്ടൊക്കെ ഇത് കായ്ച്ചു തുടങ്ങും. നിറച്ച് കായ്ക്കുന്ന പ്രകൃതമാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ ചട്ടിയിൽ നടുന്നെങ്കിൽ നിങ്ങൾ ദിവസം ഒരു നേരം നനച്ചു കൊടുക്കേണ്ടി വരും. നിലത്താണെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ നനച്ചാലും മതി. അങ്ങനെ കാര്യമായ വളപ്രയോഗവും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ഇത് ഇഷ്ടംപോലെ കായ്ക്കും. ഇത് വേറെ പുഴുശല്യം അങ്ങനെയൊന്നും കാണാറുമില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് നടാം. കാര്യമായ പരിചരണം ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനോഹരമായി ഇതിനൊക്കെ പല നിറത്തിലുള്ള ഫ്രൂട്ട് പിടിച്ചിരിക്കും. ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു. ഇപ്പോൾ റെഡിൽ നിന്നൊരു ഡാർക്ക് കളറിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയും ഇച്ചിരി കൂടെ ഡാർക്ക് ആവണം. അപ്പോഴാണ് നല്ല മധുരത്തിലോട്ട് വരുന്നത്. കണ്ടോ, വളരെ ചെറിയൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഞാൻ വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ വലിയ വിത്താണ് ഇതിനുള്ളത്. ഇത്രയും ഒരു കുഞ്ഞു ഫ്രൂട്ടിൽ ഇതിൻ്റെ വലിയ വിത്താണ് ഇതിനുള്ളത്. എന്നിരുന്നാലും നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ചെറിയ പുളി മധുരത്തോട് ചേർന്നൊരു ഫ്രൂട്ടാണ് ഇതിനുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.